മൂർത്തിത്വേ പരികൽപ്പിതശബ്രതോ ആത്മാ പുനർജന്മനാം ആത്മേധ്യാത്മവിതാം ക്രതുശ്ചേതതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതി ഭുവിശ്ചാണേകതായ ശ്രുതോ വാചന്നസ്വതാതുനീകരണസ്ത്രൈലോക്യദീപോ രവി. ഇങ്ങനെ മന്ത്രങ്ങളോ സഹസ്രനാമങ്ങളോ ജ്യോതിഷ കർമ്മങ്ങളോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഗർബത്തികൾ കത്തിച്ചു വെക്കും. നമ്മുടെ വീടുകളിലെല്ലാം ഓരോ പൂജാമുറിയും അവിടെ മണിക്കൂറുകളോളം ഇരുന്ന് നാമജപങ്ങളിൽ മുഴുകുന്നവരും സഹസ്രനാമങ്ങൾ ഉരുവിടുന്നവരും ഒക്കെ ഉണ്ട്. പ്രശ്നങ്ങൾ അവിടെയല്ല. ഈ അഗർബത്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക, ഇത് സിഗരറ്റുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുകയേക്കാൾ മാരകമാണ് എന്ന് പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ. ഇനി ഇത് വേണ്ട. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിടുന്നത്. സംഭവം, നമ്മുടെ വീടുകളിലെല്ലാം വീട് പണിയുന്ന കൂട്ടത്തില് ഒരു സ്ഥലത്ത് കന്നിമൂലയില് പൂജാമുറി കൂടി ചെയ്യാറുണ്ട്. നല്ലത് തന്നെയാണ് വിശ്വാസങ്ങളൊക്കെ. ഇപ്പോ എന്തുകൊണ്ടാണ് ഞാൻ സാധാരണ ജ്യോതിഷന്മാരും മറ്റും ഉപയോഗിക്കുന്ന ധ്യാനശ്ലോകം ആദ്യമേ പറഞ്ഞത്? ആ വിഷയത്തിൽ നമുക്ക് അറിവുണ്ട് എന്ന് ധരിപ്പിക്കാൻ ആണ്. സാധാരണ രീതിയിൽ ഒരു മരണ ചടങ്ങ് നടക്കുമ്പോൾ പോലും സാമ്പ്രാണിത്തിരി കത്തിച്ചു വെക്കാതെ ഒരു സമയം കടന്നു പോകത്തില്ല. അത് ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ മതസ്ഥരും അഗർബത്തികളെ കൂടെ എല്ലാ ചടങ്ങുകളിലും അനുഷ്ഠാനങ്ങളിലും കൂട്ടുന്നുണ്ട്. ഇതിന്റെ സംഭവം എന്താണെന്നറിയോ? പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുള്ള അഗർബത്തികളും ഈ അഗർബത്തികളിൽ നിന്ന് അന്തരീക്ഷത്തിൽ പടരുന്ന പുകച്ചുരുളുകളും അതിലെ സുഗന്ധത്തിന് അടിസ്ഥാനമായ രാസവസ്തുക്കളും പുകയ്ക്ക് കാരണമാകുന്ന കെമിക്കൽ കണ്ടന്റും എത്രമാത്രം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഭക്തിയെ ഈ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഭക്തി വേണ്ട എന്നല്ല, അഗർബത്തി ചന്ദനം തന്നെ അരച്ചുണ്ടാക്കുന്നതാകയാൽ പ്രശ്നമില്ല. സാധാരണ രീതിയിൽ ഇതിലുപയോഗിക്കുന്ന ആ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ പണ്ടുകാലത്ത് ശുദ്ധമായ ചാണകപ്പൊടിയാണ്. ശുദ്ധീകരിച്ചതിന് ശേഷം ചാണകത്തെ ഉണക്കി അതിനെ പല രീതിയിൽ ശുദ്ധീകരിച്ചതിന് ശേഷം അതിൽ ചേരുവകൾ ചേർക്കുമ്പോഴാണ് അത് ശുദ്ധമാവുക. എന്നതിന് ശേഷം ശുദ്ധമായ പനിനീരൊക്കെ ചേർത്തിട്ടാണ് പണ്ടുകാലത്ത് അഗർബത്തികൾ ഉണ്ടാക്കിയിരുന്നത്. അതൊരുപക്ഷെ സത്യയുഗത്തിലോ വേദകാലഘട്ടത്തിലോ ആയിരിക്കും. കാലം മാറി ഇതെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം എത്തുന്നത്. ആഹാരം, പ്രത്യേകിച്ച് മലക്കറികൾ, എല്ലാ ഭക്ഷ്യവസ്തുക്കളും, പഴവർഗ്ഗങ്ങൾ, ഒപ്പം ഇതുപോലുള്ള സാധനങ്ങളും ഒക്കെ കവറിനകത്താക്കി മനോഹരമായ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വിപണികളിൽ എത്തുമ്പോൾ നമ്മളത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിന്നിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെന്ന് നമ്മൾ അറിയാതെ പോകും. ഈ ശാസ്ത്ര പഠനത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കുറച്ചു നേരം. ശ്വാസം മുട്ടലിനും മാരകമായ മറ്റു രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന സിഗരറ്റിന്റെ പുകയെ പോലെയോ അതിനേക്കാൾ മാരകമോ ആണ് അഗർബത്തികളിൽ നിന്ന് വരുന്ന പുകകൾ എന്ന് ഗവേഷണങ്ങൾ. ഇത് സ്വന്തം വീട്ടിൽ പറഞ്ഞാൽ പോലും വിശ്വാസികളും അന്ധവിശ്വാസികളും ചേർന്ന് പറയുന്ന ആൾക്കാരെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയാമെന്ന് വിചാരിച്ചത്. അറിയാത്ത പുള്ളെ ചൊറിയുമ്പോ അറിഞ്ഞോ? സൗത്ത് ചൈന യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ അഗർവുഡ്, ചന്ദനം എന്നീ തിരികളിൽ മാത്രം നടത്തിയ പ്രാരംഭ പഠനത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. പേരെടുത്ത് പറയാൻ ഭയക്കുന്ന മാരക രോഗങ്ങൾ അത് ശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, ജനിതക മാറ്റങ്ങൾ വരുത്തുക വഴി, മ്യൂട്ടേഷൻ ചെയിനിൽ വരുത്തുന്ന ചേഞ്ച് വഴി തലമുറകളിലേക്ക് രോഗസാധ്യത എത്തിക്കുക കൂടി ചെയ്യുന്നു. ഇനി യോഗ, മെഡിറ്റേഷൻ, സഹസ്രനാമ ജപങ്ങളൊക്കെ ആയിക്കൊള്ളൂ, അഗർബത്തി കത്തിച്ച് വയ്ക്കുമ്പോൾ അത് വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് വളരെ ദൂരെ എങ്ങാനും കോമ്പൗണ്ടിന്റെ പുറത്തെങ്ങാനും കത്തിച്ചു വെച്ചോളൂ. കേട്ടാൽ കൊള്ളാം, കേട്ടില്ലെങ്കിൽ കൊല്ലാം.